ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോർമൽ GI വയറും അതുപോലെ ഹൈ കാർബൺ വയറും ബെൻഡ് ചെയ്യാൻ പറ്റുമോ, ഏതാണ് പെട്ടെന്ന് ബെൻഡ് ആവുക, ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കയ്യിലിരിക്കുന്നതാണ്, ഇതാണ് നമ്മുടെ നോർമൽ GI വയർ 2.5 mm, അതായത് 12 kg GI വയർ. ഇത് നമുക്ക് ബെൻഡ് ആവുമോ നോക്കാം, എത്ര പെട്ടെന്ന് ബെൻഡ് ആവുമോ എന്നുള്ളത് നോക്കാം. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ കണ്ടോ, ബെൻഡായി പോയി. ഇനി എൻ്റെ കയ്യിലിരിക്കുന്നതാണ് നമ്മളെ ടാറ്റ നോട്ടഡ് ഫെൻസിൻ്റെ ഹൈ കാർബൺ വയർ. ഇത് നമുക്ക് എങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റും നോക്കാം. ഇത് നമുക്ക് ബെൻഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്ട്രെങ്ത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇത് കണ്ടോ, ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ലൊരു സ്ട്രെങ്ത്തിന് വേണ്ടത് ഇതിന് യൂസ് ചെയ്യണം. ഇതാണ് ടാറ്റ വയറിൻ്റെ നോട്ടഡ് ഫെൻസിൻ്റെ വയർ. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് അതല്ലെങ്കിൽ നല്ല സ്ട്രെങ്ത്തിൽ നമുക്ക് ഫെൻസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് നോട്ടഡ് ഫെൻസ്. അത് ബെൻഡിങ് എബിലിറ്റി ആയാലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ കട്ടിങ് എബിലിറ്റി ആയാലും ഈ ഒരു നോട്ടഡ് ഫെൻസിന് കൂടുതലാണ്. അതായത് ബെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യാനോ എന്ത് ചെയ്യില്ല, ഈ ഒരു നോട്ടഡ് ഫെൻസ് പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.